ഇറാനിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ഗസൽ മർസാബാൻ എന്ന യുവതിക്ക് 9 വർഷവും 8 മാസവും തടവ് ശിക്ഷ വിധിച്ചു. രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഒത്തുകൂടി ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് ശിക്ഷ. എന്നാൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനെ തുടർന്ന് ഇറാൻ ഭരണകൂടം നടത്തുന്ന മതപീഡനത്തിന് തുടർച്ചയാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. UK ആസ്ഥാനമായുള്ള ആർട്ടിക്കിൾ 18 എന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ക്രൈസ്തവർക്കും രാഷ്ട്രീയ തടവുകാർക്കുമെതിരെ കടുത്ത ശിക്ഷകൾ വിധിക്കുന്നതിലൂടെ കുപ്രസിദ്ധനായ വിപ്ലവ കോടതി ജഡ്ജി ഇമാൻ അഫ്ഷാരിയാണ് വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ ഗസലിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അവിടെയുണ്ടായിരുന്ന ബൈബിളുകളും മറ്റ് പ്രാർത്ഥനാ ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സുവിശേഷ പ്രചാരണത്തിന് ബൈബിൾ ഉപയോഗിച്ചുവെന്ന് സമ്മതിക്കാൻ ചോദ്യം ചെയ്യലിനിടെ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഗസൽ അത് നിഷേധിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ബൈബിൾ കൈവശം വയ്ക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് അവർ കോടതിയിൽ വാദിച്ചു. നിയമബിരുദധാരിയായ ഗസലിനെ മതം മാറിയതിന്റെ പേരിൽ അഭിഭാഷക പരീക്ഷ എഴുതുന്നതിൽ നിന്ന് മുൻപ് തടഞ്ഞിരുന്നു. ഗസലിന്റെ ഭർത്താവും ക്രിസ്തുമതത്തിലേക്ക് മാറിയ വ്യക്തിയാണ്. രോഗബാധിതനായ അദ്ദേഹത്തിന് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഗസൽ ജയിലിലാകുന്നതോടെ പരിചരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. രോഗിയായ ഭർത്താവിനെ സഹായിക്കാൻ ആരുമില്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും കടുത്ത ശിക്ഷ വിധിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർ നേരിടുന്ന പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായാണ് ഇറാൻ ഭരണകൂടം കാണുന്നത്. ഡിസംബറിൽ 5 ക്രൈസ്തവർക്ക് 50 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നതും ബൈബിൾ വിതരണം ചെയ്യുന്നതും രാജ്യദ്രോഹമായിട്ടാണ് അധികൃതർ കണക്കാക്കുന്നത്. അടുത്തിടെ ഇറാനിലുണ്ടായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ 22 ക്രൈസ്തവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഈ ക്രൂരമായ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ഇറാൻ തയ്യാറാകണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു.